അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ്. The story of Imam Hassan റളിയല്ലാഹു അൻഹു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ാം വർഷം ജനിച്ചു. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കുടിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ആ കുഞ്ഞിന് ഹസൻ എന്ന പേര് വിളിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു പിതാവിൻ്റെ ലാളനയേറ്റ് വളർന്നു. പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാലയം. കാരണം പ്രവാചകനിൽ നിന്നും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഇളയ സഹോദരൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടമായിരുന്നു. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ തന്നെ പ്രവാചകനെ അനുഗമിച്ചിരുന്നു. പ്രവാചകന്റെ മതപ്രഭാഷണം കേൾക്കുമ്പോൾ വളരെ കുഞ്ഞായിരുന്ന ഹസൻ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുമായിരുന്നു. അദ്ദേഹം പ്രസംഗം നിർത്തുമ്പോൾ അവൻ ശാന്തമാകും. എന്നിട്ട് ആ കുഞ്ഞിനെ തോളിൽ കിടത്തിക്കൊണ്ട് പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ ഈ കുഞ്ഞിനെയും സ്നേഹിക്കണം. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവും സഹോദരനും ഇപ്പോൾ വളർന്നു. ഒരു ദിവസം അവർ നമസ്കാരം നിർവഹിക്കുന്നതിനായി പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ വെച്ച് ഒരു വൃദ്ധൻ തെറ്റായ രീതിയിൽ വുളു എടുക്കുന്നത് അവർ കാണാനിടയായി. അയാളെ കുറ്റപ്പെടുത്താതെ തന്നെ അത് അയാളെ അറിയിക്കാൻ അവർ ആഗ്രഹിച്ചു. ശരിയായ രീതിയിൽ വുളു എടുക്കുന്നത് കാണിക്കാൻ അവർ ഒരു പദ്ധതി ഇട്ടു. അവർ അയാളുടെ മുൻപിൽ നിന്നുകൊണ്ട് പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. നിന്നേക്കാൾ നന്നായി വുളു എടുക്കുന്നത് ഞാനാണ്, ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരനോട് പറഞ്ഞു. ഞാൻ ചെയ്യുന്നതാണ് ഉത്തമം എന്ന് എല്ലാവർക്കും അറിയാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അപ്പോൾ അവർ ആ വൃദ്ധന്റെ അടുത്തേക്ക് തിരിഞ്ഞ് അയാളുടെ ഉപദേശം തേടി. ഇവിടെ വന്ന് ഞങ്ങൾ വുളു എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് ആരാണ് ഏറ്റവും നന്നായി വുളു എടുക്കുന്നത് എന്ന് ഞങ്ങളോട് പറയാമോ? ആ വൃദ്ധൻ സമ്മതിച്ചു. അവർ രണ്ടുപേരും ശരിയായ രീതിയിൽ വുളു എടുക്കാൻ ആരംഭിച്ചു. വുളുവിന്റെ ശരിയായ മാർഗം തന്നെ പഠിപ്പിക്കുന്നതിനായി അവർ ഈ പ്രവൃത്തിയിലൂടെ ശ്രമിച്ചതാണെന്ന് ആ വൃദ്ധന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരുവരും ശരിയായ രീതിയിലാണ് വുളു എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു വൃദ്ധനാണ്. ഞാൻ തെറ്റായ രീതിയിലൂടെയാണ് വുളു എടുത്തിരുന്നത്. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നീട് ആ വൃദ്ധൻ ശരിയായ രീതിയിൽ വുളു എടുത്തു. ഇത് കണ്ട് സന്തോഷത്തോടെ അവർ നടന്നു. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ഏറ്റവും ആദരവും ഭക്തിയുമുള്ള ആരാധകനായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് തീർത്ഥാടനത്തിനായി പോയപ്പോൾ കാൽനടയായിട്ടായിരുന്നു പോയിരുന്നത്. അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ അദ്ദേഹം തന്നെ കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. അദ്ദേഹം പറയും, അള്ളാഹുവേ, ഇതാണ് നിന്റെ കോടതിയിലെ നിന്റെ അതിഥി. നിന്റെ ശക്തിയേറിയ ദാസൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് അവൻ കരുതുന്നു. ഒരു ദിവസം ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറി പോകുകയായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാൾ മുആവിയയുടെ കൂട്ടുകാരിൽ ഒരാളാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അത് ഹസൻ റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ചീത്തവാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ അസഭ്യം പറയാൻ തുടങ്ങി. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു യാത്രക്കാരനാണ്, ഒരു പ്രാദേശികനല്ല. ഞങ്ങളുടെ ശത്രുക്കളാൽ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മോശം ഭാഷ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വേണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് താമസിക്കാനാകുന്ന ഒരു വീടില്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും
നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാം. അയാൾക്കിത് കേട്ടപ്പോൾ ലജ്ജയും വിഷമവും ഉണ്ടായി. അയാൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ ആളുകളെയും കുറിച്ച് ധാരാളം കള്ളങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് സത്യമറിയാം. ഞാൻ നിങ്ങളുടെ ആദരവ് കണ്ടു. നിങ്ങൾ എല്ലാവർക്കുമിടയിൽ ബഹുമാന്യനും സ്വീകാര്യനുമായ വ്യക്തിയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും അയാളുടെ മരണം വരെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രവാചകന്റെ വഫാത്ത് ഉൾപ്പെടെയുള്ള നിർഭാഗ്യകരമായ പല സംഭവങ്ങൾക്കും അദ്ദേഹത്തിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. മാതാവിന്റെ മരണം, പിതാവിന്റെ നേതൃത്വത്തെ നിഷേധിക്കൽ, പിന്നെ അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ ഖലീഫയായിരുന്ന കാലഘട്ടത്തിലെ പ്രക്ഷുബ്ധകാലം, പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അദ്ദേഹം ഒരു ഉത്തരവാദിത്തമുള്ള നേതാവായി. മുസ്ലിം സാമ്രാജ്യത്തിൽ എല്ലായിടത്തും നിലനിന്നിരുന്ന അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടി. അദ്ദേഹം മുആവിയയുമായി സമാധാന കരാറിൽ ഏർപ്പെടാൻ അദ്ദേഹം നിർബന്ധിതനായി. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം അടുത്തിരുന്നു. അന്ന് ഹിജ്റ 50-ാം വർഷം സഫർ മാസം 28-ന് അദ്ദേഹം പതിവ് പോലെ നോമ്പെടുത്തിരുന്നു. ആ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ പാലിൽ വിഷം കലക്കി അദ്ദേഹത്തിന് നോമ്പ് തുറക്കുമ്പോൾ നൽകി. ആ പാലിൽ നിന്നും കുറച്ച് കുടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശത്രുവായ നീ പാലിൽ വിഷം ചേർത്തിരിക്കുന്നു. അള്ളാഹു നിന്നെ കൊല്ലും. അള്ളാഹുവാണേ നീയും മുആവിയയും നിന്ദിതരും വെറുക്കപ്പെട്ടവരുമായി തീരും. വിഷം ഉള്ളിൽ ചെന്ന അദ്ദേഹം അസ്വസ്ഥനാവുകയും കുറെ വേദന സഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റെ സഹോദരനോട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ 3 തവണ വിഷം രുചിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയ്ക്കും മാരകമായ ഒരു വിഷം ഇതാദ്യമാണ്. ആരാണ് എൻ്റെ സഹോദരന് വിഷം നൽകിയത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഞാൻ അത് പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അവരോട് പോരാടുമോ? അദ്ദേഹം ചോദിച്ചു. ഞാനെല്ലാം സർവശക്തനായ അള്ളാഹുവിനെ വിട്ടുകൊടുക്കുന്നു. മരണത്തിന്റെ തൊട്ടു മുൻപ് പോലും അദ്ദേഹം മഹാമനസ്കനും ദയാലുവുമായിരുന്നു. ശക്തമായ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും ഒടുവിൽ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. മദീനയിലെ ബാക്കിയയിൽ അദ്ദേഹത്തെ കബറടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി. അദ്ദേഹത്തിന്റെ ഭാര്യ മുആവിയയുടെ കോടതിയിൽ എത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൾ മരിച്ചു. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിനു മുൻപ് അദ്ദേഹം ഇമാമത്തിന്റെ കാര്യങ്ങൾ തന്റെ സഹോദരനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തെ തന്റെ കുടുംബത്തിന്റെ സംരക്ഷകനാക്കുകയും ചെയ്തു.